അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ജാസിയയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. ഇന്ന് 30 മുതൽ 33 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും പാരായണവും നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ആദ്യമായി അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. بسم الله الرحمن الرحيم فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. തൊട്ടു മുമ്പിലുള്ള ഏതാനും ആയത്തുകളിൽ പരലോകത്തിൻ്റെ ഭയാനകതയൊക്കെയാണ് പടച്ച റബ്ബ് സൂചിപ്പിച്ചത്. അന്ന് എല്ലാ സമുദായവും മുട്ടുകുത്തി നിൽക്കുന്നവരായിട്ട് കാണാൻ കഴിയും. ചെയ്തതിൻ്റെ പ്രതിഫലം കൃത്യമായിട്ട് അവിടുന്ന് ലഭിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകും, നിങ്ങളുടെ രേഖ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അത് നിങ്ങളോട് സംസാരിക്കും. നാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് എടുക്കുകയായിരുന്നു, അഥവാ എടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞ ശേഷം പടച്ച റബ്ബ് പറയാണ്, സത്യവിശ്വാസികളുടെ അവസ്ഥ അന്ന് എന്തായിരിക്കും, നിഷേധികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 30-ാമത്തെ ആയത്ത്, فَأَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَيُدْخِلُهُمْ رَبُّهُمْ فِي رَحْمَتِهِ وَذَلِكَ هُوَ الْفَوْزُ الْمُبِينُ. فَأَمَّا എന്നാൽ അല്ലദീന ഒരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, അങ്ങനത്തവർ. അപ്പോൾ ഫഅമ്മല്ലദീന ആമനു, അപ്പോൾ സത്യവിശ്വാസികൾ, അഥവാ അന്ന് ആ പരലോകത്ത് വെച്ച് രേഖകളൊക്കെ കയ്യിൽ ലഭിക്കുന്ന ആ ദിവസം, അന്ന് സത്യവിശ്വാസികൾ വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ, അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ,
അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും കൃത്യമായി വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളവർ ഫയുദ്ഖിലുഹും അവരെ പ്രവേശിപ്പിക്കും, യുദ്ഖിലു പ്രവേശിപ്പിക്കും, ഹും അവരെ പ്രവേശിപ്പിക്കും, റബ്ബുഹും അവരുടെ രക്ഷിതാവ് അഥവാ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും, ഫി റഹ്മത്തിഹി അവൻ്റെ കാരുണ്യത്തിൽ. ദാലിക അത് തന്നെയാണ് അൽ ഫൗസു ഭാഗ്യം അല്ലെങ്കിൽ വിജയം, മുബീൻ വ്യക്തമായ അല്ലെങ്കിൽ സ്പഷ്ടമായ ഭാഗ്യം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് അതാകുന്നു. അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹു ആ സത്യവിശ്വാസികളെ പ്രവേശിപ്പിക്കും. അങ്ങനെ അള്ളാഹു അവരെ പ്രവേശിപ്പിച്ച് കിട്ടുന്നതാണ്, ആ രക്ഷ അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് അവർക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ വ്യക്തമായ വിജയം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചത് സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഒരുപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അഥവാ അവരവരുടെ കർമ്മരേഖകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം നാളെ പരലോകത്ത് വെച്ച് നൽകും, എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ ആ സമയത്ത് സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്തവർ, രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈമാനും വേണം, അമലുസ്വാലിഹാത്തും വേണം. ഈമാൻ എന്തിലൊക്കെ വേണം? വിശ്വാസം എന്തിലൊക്കെ വിശ്വസിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ വിശ്വസിക്കണം. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം വേണം. അള്ളാഹുവിലുള്ള വിശ്വാസത്തോടു കൂടെ തന്നെ അള്ളാഹു എന്തിനൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ അതിലും, പ്രവാചകന്മാരിൽ, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ, അതുപോലെ അന്ത്യദിനത്തിൽ, പിന്നെ അന്ത്യദിനത്തിൻ്റെ ശേഷമുണ്ടാകുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള, പ്രവാചകൻ വിശദീകരിച്ച് തന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, സ്വർഗനരകങ്ങൾ തുടങ്ങിയെല്ലാം നന്മ തിന്മകൾ അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്നതാണ് എന്നുള്ളത് വിശ്വാസം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളും അവനുണ്ടായിരിക്കണം. അതാണ് അമലു അല്ലദീന ആമനു എന്ന് പറഞ്ഞത്. വിശ്വസിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് വേണ്ടതുപോലെ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, വേണ്ടതുപോലെ അല്ല പറഞ്ഞതുപോലെ വിശ്വസിക്കണം. ഒപ്പം അമലുസ്വാലിഹാത്ത് ഉണ്ടായിരിക്കണം. വിശ്വസിച്ചത് കൊണ്ട് മാത്രമായോ പോരാ, സൽക്കർമ്മങ്ങളും ഉണ്ടാകണം. എന്നാൽ സൽക്കർമ്മം മാത്രം മതിയോ പോരാ, വിശ്വാസവും ഉണ്ടാവണം. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. നാളെ പരലോകത്ത് ഇഹലോകത്ത് ചെയ്ത പുണ്യങ്ങളുടെ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് ലഭിക്കണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് ഈ പറഞ്ഞത്. എന്തു വേണം? ഈമാൻ വേണം. അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തിരിക്കുകയും വേണം. എന്നാലേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈമാനും അമലുസ്വാലിഹാത്തും. അപ്പോൾ ഈമാൻ ഒരാൾക്കുണ്ട്, അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസമുണ്ട്, ഒരു തരിമ്പും വിശ്വാസത്തിൽ പിഴവ് പറ്റിയിട്ടില്ല. പക്ഷെ അയാളുടെ അമലുസ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ, അള്ളാഹു എന്തൊക്കെ അനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചോ ആ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക ജീവിതത്തിൽ, അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൽ വീഴ്ച വന്നിട്ടുണ്ട്, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അമലുസ്വാലിഹാത്ത് നിർബന്ധമായ കാര്യങ്ങൾ, അത് രണ്ട് തരത്തിലുണ്ടല്ലോ അമലുസ്വാലിഹാത്ത്, ഐച്ഛികവും നിർബന്ധവും. നിർബന്ധമായ കാര്യങ്ങൾ അത് ചെയ്തിരിക്കൽ നിർബന്ധമാണ്, ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഐച്ഛികം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം, അഥവാ ഇനി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റമൊന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയില്ല. സുന്നത്ത് നമ്മൾ നഫൽ എന്നൊക്കെ മന്ദൂബ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ നിർബന്ധ കാര്യമായ വാജിബായ അല്ലെങ്കിൽ ഫറലായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായ നിർബന്ധ കാര്യങ്ങൾ, ഒരു വിശ്വാസി ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതിലവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം ലഭിക്കുമോ? അവന് സ്വർഗം ലഭിക്കുമോ? രണ്ട് നിബന്ധന അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈമാനും വേണം, അമലുസ്വാലിഹാത്തും വേണം. അമലുസ്വാലിഹാത്ത് ഇല്ല അല്ലെങ്കിൽ കുറവാണ്. ഈമാൻ പൂർണ്ണമാണ്, ഈമാനിൽ ഒരു തകരാറും പറ്റിയിട്ടില്ല, ഒരു ശിർക്കിൻ്റെ ഒരു വിശ്വാസവും അവൻ്റെ അടുത്തില്ല, ശിർക്ക് പരമായ ഒന്നുമില്ല. അള്ളാഹുവാണ് ഏകന്, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ, അള്ളാഹുവിനോട് മാത്രമേ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള ഇസ്തിഹാസകൾ സഹായ തേട്ടം പാടുള്ളൂ. അതിനെല്ലാം കൃത്യമായിട്ട് അവന് വിശ്വാസമുണ്ട്. എന്നാലോ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ അവൻ പിഴവ്, അവൻ പോരാത്തവനാണ്. അവിടെ ശൂന്യതയാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ വേണ്ട നിലക്കില്ല, പൂർണ്ണതയില്ല. കുറച്ചൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഇല്ല, അല്ലെങ്കിൽ തീരെയില്ല, ഒക്കെ വരാലോ. മനുഷ്യർ പല തരക്കാരാണല്ലോ. അപ്പോൾ അവന് അള്ളാഹുവിൻ്റെ റഹ്മത്തായ സ്വർഗം ലഭിക്കുമോ? അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? രണ്ട് നിബന്ധന അവിടെ പറഞ്ഞപ്പോൾ ഒന്നുണ്ട്, ഒന്നില്ല. കിട്ടുമോ? കിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമല്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്, സൽക്കർമ്മങ്ങൾ അവന് കുറവാണെങ്കിലും അവന് സ്വർഗം ലഭിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. പക്ഷേ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ, അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ വാങ്ങേണ്ടി വരും. ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് അവനെ പുറത്തെടുത്ത് സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. അങ്ങനെ കിട്ടും. അവസാന സമയത്ത് കുറേ കാലം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം അവൻ സ്വർഗത്തിലെത്തും. അതെത്തൂല എന്ന് പറയുന്നവരുമുണ്ട്,
അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ രണ്ട് നിബന്ധനയിൽ രണ്ടുമില്ല, അതുകൊണ്ട് സ്വർഗത്ത് പോകില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു നിബന്ധനയിൽപ്പെട്ട ഒന്നുണ്ടായാലും മതി, ഈമാൻ ഉണ്ടായാലും മതി. പക്ഷേ വീഴ്ച വരുത്തിയതിൻ്റെ ശിക്ഷ അവൻ വാങ്ങേണ്ടി വരും. ആ ശിക്ഷയ്ക്ക് ശേഷം അവന് സ്വർഗത്തിൽ പോകും. അപ്പോൾ ഈ രൂപത്തിൽ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ പ്രതിഫലവും നാളെ പരലോകത്ത് വെച്ച് അവർക്ക് ലഭിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണ് അവിടെ പറഞ്ഞത്, പ്രതിഫലം എന്നല്ല. പ്രതിഫലമൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഇത് വെച്ച് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ്റെ സവാബ് അല്ലെങ്കിൽ അവൻ്റെ പ്രതിഫലം സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് നിർബന്ധമായിട്ടും അല്ലത് കൊടുത്തുകൊള്ളണമെന്നില്ല, അവൻ്റെ അനുഗ്രഹമല്ലേ. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവന് സ്വർഗം കിട്ടും എന്ന് അവന് ഉറപ്പിക്കാൻ പറ്റില്ല. അല്ലത് കൊടുക്കൽ അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു ബാധ്യതയില്ല. ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു ജീവിതത്തിൽ, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം കൊടുക്കണം എന്നുള്ള ഒരു ബാധ്യത അള്ളാഹുവിനില്ല. അള്ളാഹു അത് കാരുണ്യമായിട്ടാണ് നൽകുന്നത്. എന്നാൽ അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കും, എന്നെ ഇബാദത്ത് ചെയ്ത, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചവർക്ക് ഞാൻ സ്വർഗം കൊടുക്കുമെന്നുള്ള കാര്യം, സവാബ്, അവൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നുള്ളത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹുവിൽ നിർബന്ധമാണോ, അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടോ? നിർബന്ധമില്ല, അത് നിർബന്ധമില്ല. പക്ഷെ കാരുണ്യം എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന നിലക്കാണ് അള്ളാഹു ആ പ്രതിഫലം നൽകുന്നത് എന്ന് പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിൻ്റെ ഇതിൽ പല മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിക്കുന്നവർക്ക് പറയുന്നുണ്ട്. അതുമാട്ടെ, അപ്പോൾ ആ ചർച്ചയിലേക്ക് നമ്മൾ വല്ലാതെ നീങ്ങുന്നില്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, ഈമാൻ പൂർണ്ണമാക്കുക, എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. കാരുണ്യം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. പരലോകത്ത് ആ മഹ്ശറയിലുള്ള ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. ചൂട് കഠിനമായ മഹ്ശറയിൽ അർശിൻ്റെ തണൽ ലഭിക്കലാണ്. വിചാരണ എളുപ്പത്തിൽ കിട്ടലാണ്. സിറാത്തിലൂടെ വളരെ പെട്ടെന്ന് പോകുന്നതാണ്. ഹൗദുൽ കൗസർ ലഭിക്കുന്നതാണ്. സ്വർഗത്തിൽ എത്തിയ ശേഷം സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണ്. അതൊക്കെ മരണാനന്തര ജീവിതത്തിലുള്ള സർവവും ഖബറിലേക്ക് എടുത്തു വെച്ചത് മുതൽ, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത് മുതൽ അനന്തമായി കിടക്കുന്ന അവൻ്റെ ജീവിതത്തിൽ, ബർസഖിലും ബർസഖിൻ്റെ ശേഷമുള്ള പരലോക ജീവിതത്തിലും എന്തൊക്കെ ഗുണങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകും. ഇനിയോ നിഷേധികൾക്കോ തൊട്ടായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ഭാഗ്യം എന്നാണല്ലോ ആയത്തിൽ പറഞ്ഞത്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതിൻ്റെ ബാക്കി? വഅമ്മല്ലദീന കഫറൂ അഫലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫസ്തക്ബർതും വകുൻതും ഖൗമൻ മുജ്രിമീൻ. വഅമ്മല്ലദീന, എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ, കഫറു നിഷേധികളായ ആൾക്കാർ, അതായത് വഅമ്മല്ലദീന കഫറു നിഷേധികൾ, അവരോട് പറയാണ്, അവരോട് അവർ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അഫലം തകുൻ, ആയിരുന്നില്ലേ, ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ അഥവാ എൻ്റെ ആയത്തുകൾ, എൻ്റെ വചനങ്ങൾ, അവയൊക്കെ തുത്തില, ഓതപ്പെട്ടിരുന്നില്ലേ, ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ, അലൈക്കും, നിങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ചോദ്യ. ഫസ്തക്ബർതും, അപ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ ഇസ്തക്ബറ, അഹങ്കരിച്ചു, ഗർവ് നടിച്ചു, കിബർ നടിച്ചു. നിങ്ങൾ കിബർ നടിക്കുകയായിരുന്നില്ലേ, അഹങ്കരിക്കുകയായിരുന്നില്ലേ. വകുന്തും, നിങ്ങളായിരുന്നു, ഖൗമൻ, ഒരു ജനതയായിരുന്നു, മുജ്രിമീൻ, കുറ്റവാളികളായ ഒരു ജനതയുമായിരുന്നു എന്ന് അള്ളാഹു അവരോട് പറയുക. എന്താ നിഷേധികളോട് പറയുന്നത്? എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നിങ്ങളെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നിങ്ങളുടെ ബുദ്ധിയെ എന്താ ചിന്തിപ്പിച്ച് കളയുന്ന, സ്തംഭിപ്പിച്ച് കളയുന്ന, അല്ലേ, നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ സ്തംഭിപ്പിച്ച് കളയുന്ന വിധത്തിൽ, നിങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന വിധത്തിൽ, ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പലതും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനമായി വിശുദ്ധ ഖുർആനിലൂടെ ഓതി കേൾപ്പിച്ചു തന്നില്ലേ, പ്രവാചകനിലൂടെ. ഈ അവസാനത്തതാകുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അതിനെ മുൻകഴിഞ്ഞ സമൂഹങ്ങളാണെങ്കിൽ അതാത് കാലത്തുള്ള പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓരോന്നും നിങ്ങൾ ഓതിക്കേട്ടില്ലേ. എന്തൊക്കെ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവെച്ചു പ്രവാചകന്മാർ. ഭൂമിയിലുള്ള സർവ്വവും ആകാശങ്ങളിലുള്ള സർവ്വതിനെപ്പറ്റിയും ചിന്തിക്കാൻ നിങ്ങളെ എല്ലാ പ്രവാചകന്മാരും പ്രേരിപ്പിച്ചില്ലേ.
ആ സൃഷ്ടിയുടെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന സൃഷ്ടി മാഹാത്മ്യം നിങ്ങൾക്ക് വിവരിച്ചു തന്നില്ലേ? നിങ്ങൾക്കത് കണ്ടെത്താനുള്ള ബുദ്ധി നൽകിയില്ലേ? അതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നില്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടും ഫസ്തക്ബർത്തും, നിങ്ങൾ അഹന്ത നടിക്കുകയല്ലേ ചെയ്തത്, അഹങ്കരിക്കുകയല്ലേ ചെയ്തത്, ഗർവ് നടിക്കുകയല്ലേ ചെയ്തത് എന്ന് പടച്ച റബ്ബ് അവരോട് ചോദിക്കും. നിങ്ങൾ കുറ്റവാളികളായ, ദുർനടപ്പുകാരായ, കുറ്റം ചെയ്ത് ജീവിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കാതിരുന്ന ഒരു സമൂഹമായിരുന്നില്ലേ, ജനതയായിരുന്നില്ലേ നിങ്ങൾ എന്ന് അവരോട് പടച്ച റബ്ബ് അവിടെ വെച്ച് ചോദിക്കും. കിതാബൊക്കെ കൈ കിട്ടിയ ശേഷം അള്ളാഹു അവരോട് ചോദിക്കും. തുടർന്ന് പറയാ, وَإِذَا قِيلَ إِنَّ وَعْدَ اللَّهِ حَقٌّ وَالسَّاعَةُ لَا رَيْبَ فِيهَا قُلْتُمْ مَا نَدْرِي مَا السَّاعَةُ إِن نَّظُنُّ إِلَّا ظَنًّا وَمَا نَحْنُ بِمُسْتَيْقِنِينَ. ആ നിഷേധികളോട് അവിടെ പരലോകത്ത് വെച്ച് പറയാ, അള്ളാഹു പറയാ, വഇദാ ഖീല, പറയപ്പെട്ടാൽ, ഇന്ന, തീർച്ചയായും, വഅദല്ലാഹി, അള്ളാഹുവിൻ്റെ വഅദ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, വഅദ് വാഗ്ദാനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ സത്യമാണ് എന്ന് അവരോട് പറഞ്ഞാൽ, വസ്സാഅത്തു, അന്ത്യഘട്ടം, അന്ത്യദിനം, ലാ റൈബ, സംശയമില്ല, ഫീഹ, അതിൽ എന്നും അവരോട് പറഞ്ഞാൽ, അപ്പോൾ അന്ത്യസമയമാകട്ടെ അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല എന്നും അവരോട് പറഞ്ഞാൽ, അവർ പറയും, അവരുടെ മറുപടി, ഇന്നലുന്നു, ഞങ്ങൾ ഊഹിക്കുന്നത്, ഇല്ലാ വന്ന, ഇതൊക്കെ വെറും ഊഹമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു തരം ഊഹം. നിങ്ങളിങ്ങനെ പറയുന്ന കുറേ, അതൊക്കെ ഇപ്പം ഉണ്ടാവുക, അതൊന്നും ഇപ്പോൾ ഉറപ്പില്ല, ഒരു ഊഹം, അങ്ങനെ ഊഹിക്കുന്നവരായിരുന്നു ഞങ്ങൾ എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. വമാ നഹ്നു, ഞങ്ങളല്ല, ബിമുസ്തൈഖിനീൻ, ഉറപ്പുള്ളവരല്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യം, അന്ത്യദിനം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊക്കെ അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വലിയ ഉറപ്പില്ല എന്നൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ പറയുന്നത്, ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗത്തിൽ സുഖ സൗകര്യങ്ങളുണ്ട്, നരകത്തിൽ ഭയാനകമായ ശിക്ഷകളുണ്ട്. 1,00,000-ലേറെ വരുന്ന പ്രവാചകന്മാരൊക്കെയും അതാത് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണത്. ഇതിൽ നിന്നൊരു വ്യത്യാസമില്ല. വിശ്വാസ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ, 1,00,000-ലേറെ വരുന്ന പ്രവാചകന്മാർ, അവരുടെ പ്രബോധനത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എല്ലാ സമൂഹത്തോടും എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരേ കാര്യം, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. മറ്റുള്ള നടപടിക്രമങ്ങൾ, അവരുടെ നടപടിക്രമങ്ങളിൽ മാത്രം ചെറിയ ചെറിയ ശരീഅത്ത് എന്ന് പറയുന്ന ശരീഅത്തിൻ്റെ മനുഷ്യ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ ചെയ്യേണ്ടതായ മുആമലാത്തുകൾ, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഒരു പക്ഷെ കണ്ടേക്കാം എന്ന് മാത്രം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്നും ഒന്നായിരുന്നു, ഏത് കാലത്തും ഒരേ വിശ്വാസമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള ആ പ്രവാചകന്മാരൊക്കെയും അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്. അതുപോലെ തന്നെ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ, വിചാരണയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട്, പരാജയപ്പെട്ടാൽ നരകമുണ്ട്. സൽക്കർമ്മം ദുനിയാവിൽ വെച്ച് ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കും. ദുഷ്കർമ്മങ്ങളാണ് ഇഹലോകത്ത് വെച്ച് ചെയ്തതെങ്കിൽ നരകശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു കൊടുത്തതാ. അതൊക്കെ പറയുമ്പം ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുമോ? പ്രതിഫലം തരേ, അള്ള കൂലി തരേ, രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കേ, എന്നിട്ട് സ്വർഗം തരേ, ഒരു വിചാരണ, ഒരു കണക്ക് ചോദിക്കലേ, ഇതൊന്നും ഉണ്ടാവൂലാന്ന്. ഇതൊക്കെ ഇപ്പം അങ്ങനെ വെറുതെ പറയുന്നൊരു ഏർപ്പാടല്ലേ എന്ന് പറയുകയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ അന്ത്യദിനത്തെപ്പറ്റി പറയുമ്പോൾ ലോകത്തിനൊരു അവസാനം, അതൊന്നും ഉണ്ടാവില്ല. ലോകത്തിനൊരു അന്ത്യം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ടാവില്ല. ഭൂമി പൊട്ടിപ്പിളരുകയോ, ആകാശം പൊട്ടിപ്പിളരുകയോ, ഭൂമി ചിന്ന ഭിന്നമാവുകയോ, ധൂളികളെപ്പോലെ പാറിപ്പറക്കുകയോ, അതൊന്നും ഉണ്ടാവൂലാന്ന്. ഇതൊക്കെ വെറുതെ പറയണം എന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് അല്ലേ? നിങ്ങൾ പറഞ്ഞു, എന്ത്? ഞങ്ങൾക്കറിയില്ല. മാ നദിരി മസ്സാഅ, എന്താണ് ഈ അന്ത്യദിനമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഭൂമി നശിക്കുന്ന, ലോകം നശിക്കുന്ന ഒരു ദിവസം, അതൊന്നും എന്താണെന്ന് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിവൊന്നുമില്ല, ഞങ്ങൾക്കതൊന്നും ഒരു ഉറപ്പില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഒക്കെ വെറുതെ നമ്മളെ പറഞ്ഞ് പൊട്ടിസാക്കുന്നു. നമ്മളങ്ങനെ വെറുതെ ഇത് കാര്യമില്ല എന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്തത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞു, ഇന്നതൊന്നും ഇല്ല തന്നെ, ഞങ്ങളിങ്ങനെ വെറൊരു ഊഹം. നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, കുറേ ആൾ പറയുന്നുണ്ട്.
അടിക്കടി പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ടോ, എന്നാ പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, സാധ്യത അല്ല, സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ഊഹം ഊഹിക്കുക മാത്രമായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഇക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു യക്കീനില്ല, ഞങ്ങളൊരു ഉറപ്പുള്ള വിശ്വാസികളല്ല എന്നല്ലേ നിങ്ങൾ ആ ദുനിയാവിൽ വെച്ച് പറഞ്ഞിരുന്നത് എന്നും പടച്ച റബ്ബ് അവരോട് പരലോകത്ത് വെച്ച് ചോദിക്കുകയാണ്. എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത്? 33-ാമത്തെ ആയത്തിൽ വബദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. വബദാ വെളിവാകുന്നതാണ്, ലഹും അവർക്ക് വെളിവാകുന്നതാണ്, വ്യക്തമാവുന്നതാണ്, സയ്യിആതു തിന്മകൾ, ദൂഷ്യവശങ്ങൾ, അതിൻ്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിവാവും. മാ അമിലു അവർ പ്രവർത്തിച്ചതിൻ്റെ ദൂഷ്യം, പ്രവർത്തിച്ചതിൻ്റെ തിന്മ, ദുനിയാവിൽ വെച്ച് ചെയ്ത അവരുടെ ചെയ്തികളുടെ വിഷമങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കിപ്പോൾ മനസ്സിലാകും, അവർക്കത് വ്യക്തമാകും. വഹാഖ ബിഹിം അവരെ വലയം ചെയ്യും. മാ കാനൂ ബിഹി അവർ ഏതൊന്നിൽ യസ്തഹ്സിഊൻ പരിഹസിച്ചിരുന്നുവോ, എന്തിനെയാണ് അവർ പരിഹസിച്ചിരുന്നത് ജീവിതത്തിൽ, ആ കാര്യം അവരെ വലയം ചെയ്യുന്നതുമാകുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ, നരകം, ഇതൊക്കെയാണല്ലോ അവർ പരിഹസിച്ചിരുന്നത്. ആ ശിക്ഷ അവരെ വലയം ചെയ്യുകയാണ് പരലോകത്ത് വെച്ച് സംഭവിക്കുന്നത്. അല്ലേ? വളരെ വ്യക്തമായിട്ടുള്ള പറയുക, ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത ആയത്തുകൾ അതൊക്കെ. അള്ളാഹു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ ഇഹലോക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പരിഹസിച്ചിരുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയാണ് പരിഹസിച്ചിരുന്നത്, അല്ലേ? നിങ്ങൾ പരിഹസിച്ചിരുന്ന ആ ശിക്ഷ ഇതാ അവരെ മുഴുവനും, ആ സത്യനിഷേധികളെ മുഴുവനും വലയം ചെയ്യുകയാണ്, അവരെ പിടികൂടുകയാണ്. അവർ ചെയ്തതിൻ്റെ തിന്മകൾ എന്താണെന്ന്, അതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ, ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ ഭയാനകമായ പരലോകത്തെ പറ്റിയാണ് ഇവിടെ ഏതാനും ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ ഒരു ചിത്രം, അല്ലേ, ഒരു രേഖാചിത്രം നമ്മുടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ അവതരിപ്പിച്ചു തരികയാണ് അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓരോരുത്തരുടെയും അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് ഇങ്ങനെ പടച്ചറബ് ഇങ്ങനെ ഒരു വിശദീകരിച്ച് വിവരിച്ച് തരിക നമുക്ക്. രേഖകൾ കയ്യിൽ കിട്ടി, തെളിവുകൾ നമ്മുടെ മുമ്പിൽ വന്നു. വായിച്ചു നോക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു, എല്ലാ കാര്യങ്ങളും അതുണ്ട് എന്നുള്ളത് അള്ളാഹു ബോധ്യപ്പെടുത്തി. എന്നിട്ടല്ല ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് പ്രവാചകന്മാർ വന്നില്ലേ, എൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്നൊക്കെ പടച്ചറബ് ഇങ്ങനെ അവിടുന്ന് വീണ്ടും അവരോട് ചോദിക്കുക. ആലോചിച്ച് നോക്കി നിങ്ങൾ, വല്ലാത്തൊരു ദിവസമാണ്. അതൊരു മടക്കമില്ലാത്ത, മാറ്റമില്ലാത്ത, രണ്ടാമതൊരിക്കൽ പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള, വീഴ്ചകൾ പരിഹരിക്കാൻ അവസരമില്ലാത്ത വിധത്തിലുള്ള ഒരു ഭയാനകമായ ദിവസത്തിലേക്കാണ് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കുക. ജീവിതത്തിൽ നിന്ന് ഒരു ശ്വാസം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ പരലോകത്തേക്ക് ഒരു ശ്വാസമാണ് നമ്മൾ അടുക്കുന്നത്. നമ്മുടെ ഘടികാരത്തിലെ സൂചിയെ ഒരു സെക്കൻഡ് നീങ്ങുമ്പോൾ എന്ന ശബ്ദത്തിൽ ഒരു സെക്കൻഡ് നീങ്ങുന്നുണ്ട്. ഒരു സെക്കൻഡ് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക, ഈ ദുനിയാവിൽ നിന്നൊരു സെക്കൻഡ് നമ്മൾ അകന്നുപോയി, മരണത്തിലേക്കൊരു സെക്കൻഡ് നമ്മൾ അടുത്തുപോയി. അറിയാം, നിങ്ങൾ ഘടികാരത്തിൻ്റെ സൂചി ഇങ്ങനെ തിരിയുന്നത് എന്താണോ? നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ മുറിച്ച് കളയാണ്, നിങ്ങളുടെ ആയുസ്സിനെ മുറിച്ച് കളയാണ്. നമ്മുടെ ആയുസ്സിനെ അങ്ങനെ മുറിച്ച് കളയുകയാണ് ഞാനെന്നാണ് സൂചി പറയുന്നത്, ഘടികാരം നമ്മളോട് പറയുന്നത്. നമ്മൾ ഓർക്കുക, നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മളെന്ന ബോധത്തോടു കൂടെ ജീവിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഈമാൻ ഉറപ്പിക്കുക, വിശ്വാസകാര്യങ്ങൾ പൂർണ്ണ വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക, കൂടുതൽ നന്മകൾ ചെയ്യുക, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.